വിശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലിവ മൂശ കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യമേ ഒരു കഥ പറഞ്ഞിട്ട് ആരംഭിക്കാം. ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു അത്യാധുനിക പടുകൂറ്റൻ ആഡംബര കപ്പൽ. ജോലിക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 2000-ലധികം ആളുകളുമായിട്ട് ഈ കപ്പലിങ്ങനെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലൂടെ യാത്ര ചെയ്യുകയാണ്. ദിവസങ്ങൾ നീണ്ട യാത്ര ആയതുകൊണ്ട് പാട്ടും ഡാൻസും മറ്റു വിനോദ പരിപാടികളുമായിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ അതിൽ കഴിയുകയാണ്. അതിലേറെ അവരുടെ വിശ്വാസം ഈ കപ്പൽ പുറത്തിറക്കിയത് ഒരിക്കലും മുങ്ങുകയില്ലാത്ത കപ്പൽ എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ആത്മവിശ്വാസവുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ആ യാത്ര പുരോഗമിക്കവേ ഒരു ദിവസം സായാഹ്നത്തിൽ തുരുതുരെ വയർലെസ് സന്ദേശങ്ങൾ ക്യാപ്റ്റന്റെ ഫോണിലേക്ക് കടന്നു വരികയാണ്. ഈ സന്ദേശങ്ങളുടെ ഉള്ളടക്കം ഇത്രമാത്രമായിരുന്നു. ഇവർ യാത്ര ചെയ്യുന്ന വഴിമധ്യേ സഞ്ചാരപഥത്തിൽ ഒരു പടുകൂറ്റൻ മഞ്ഞ് കട്ട ഉണ്ട്, മഞ്ഞുമല ഉണ്ട് എന്നതായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ക്യാപ്റ്റന്റെ പരിചയ സമ്പന്നത കൊണ്ടോ അതല്ലെങ്കിൽ ഒരിക്കലും മുങ്ങുകയില്ല എന്ന കപ്പൽ എന്ന വിശേഷമുള്ളത് കൊണ്ടോ ക്യാപ്റ്റൻ ഈ സന്ദേശങ്ങൾക്ക് വേണ്ടത്ര വില കൊടുത്തില്ല. അങ്ങനെ കപ്പൽ നീങ്ങവേ രാത്രിയുടെ യാമങ്ങളിൽ ആരും പ്രതീക്ഷിക്കാതെ ആ ദുരന്തം അവരെ തേടിയെത്തി. ഈ കപ്പൽ ചെന്ന് ആ പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിക്കുകയാണ്. ഒരിക്കലും മുങ്ങുകയില്ല എന്ന് പറഞ്ഞ ഈ കപ്പൽ ഏകദേശം 2 മണിക്കൂറും 40 മിനിറ്റും സമയമെടുത്ത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴുകയാണ്. കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പേരുണ്ട്, അതെ, ടൈറ്റാനിക്. 1912 ഏപ്രിൽ 15-ാം തീയതി ലോകത്ത് നടക്കിക്കൊണ്ട് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞ ടൈറ്റാനിക് എന്ന കപ്പലിന്റെ കഥയാണിത്. എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? ആ കപ്പലിന്റെ നിർമ്മിതിയിലായിരുന്നു? ഒരിക്കലുമല്ല. കാരണം അക്കാലത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പലായിരുന്നു ടൈറ്റാനിക്. അതോ ക്യാപ്റ്റന്മാരുടെ പരിചയക്കുറവാണോ? ഒരിക്കലുമല്ല. അക്കാലത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായിരുന്നു ആ കപ്പൽ നയിച്ചത്. പിന്നെ എവിടെയാണ് അവർക്ക് തെറ്റിപ്പോയത്? അവർക്ക് തെറ്റിപ്പോയത് ഒരു സ്ഥലത്ത് മാത്രമാണ്. തങ്ങൾക്ക് കിട്ടിയ സന്ദേശങ്ങൾക്ക് വേണ്ടത്ര വില കൊടുത്തില്ല. അതല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളെ വേണ്ടത്ര പരിഗണനയോടെ നോക്കിക്കാണാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തത്തിന് കാരണമായിട്ട് പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവർ, നമ്മൾ റോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരാ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദിശാസൂചകങ്ങൾ, സൂചനാ ബോർഡുകളൊക്കെ നമ്മൾ റോട്ടിൽ കാണാറുണ്ട്. അടുത്ത് ഒരു പള്ളിയുണ്ട്, അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, അതല്ലെങ്കിൽ ഒരു കയറ്റം വരുന്നു, ഇറക്കം വരുന്നു, ഒരു ഹമ്പുണ്ട്, ഇത്ര സ്പീഡിൽ കൂടുതൽ പോകരുത്, ഇത്ര സ്പീഡിൽ താഴെ പോകരുത്, ഇങ്ങനെ പലതരത്തിലുള്ള സൈൻ ബോർഡ്സ് നമ്മൾ റോഡുകളുടെ ഇരുവശങ്ങളിലും കാണാറുണ്ട്. എന്തിനാണ് ഈ സൈൻ ബോർഡ്സ് അവിടെ വെച്ചിരിക്കുന്നത്? നമുക്ക് അറിഞ്ഞൂടെ ഇതെല്ലാം മുമ്പിലുണ്ടെന്ന്? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സൈൻ ബോർഡുകൾ നോക്കി കാണുന്ന വ്യക്തിക്ക് വരാൻ പോകുന്ന ആ പ്രത്യേക സാഹചര്യത്തെ മുന്നേ അറിയുവാനും അതിനനുസരിച്ച് സ്വയം സജ്ജമാകാനും സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള പല ദുരന്തങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ്. ഇന്ന് വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഈശോ ജെറുസലേം ദേവാലയത്തോട് നടക്കുമ്പോൾ അവിടുത്തെ വലിയ ദേവാലയത്തിൻ്റെ മഹിമയും പ്രൗഢിയും എല്ലാം കണ്ട് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് ഈ പ്രൗഢിയെക്കുറിച്ചല്ല. ഇതെല്ലാം കണ്ട് ഈശോ അവരോട് തിരിച്ചു പറയുന്ന കാര്യമുണ്ട്. ഈ കാണുന്ന എല്ലാം നശിക്കപ്പെടും, കല്ലുമേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം അടക്കം തകർന്നു വീഴും. എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങളും ഒരുപാട് സഹനങ്ങളിലും വേദനയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇങ്ങനെ ഈശോ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക എന്തിനു വേണ്ടിയാണ്? അവർ നേരിടാൻ പോകുന്ന തൻ്റെ മരണശേഷം ഈ ശിഷ്യന്മാർ കടന്നു പോകേണ്ട ആ വലിയ ദുരന്തങ്ങളെ, സഹനങ്ങളെ തിരിച്ചറിയാനായിട്ട് ക്ഷമയോടെ അത് നേരിടാൻ വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഈശോ അവർക്ക് ഈ മുന്നറിയിപ്പ് നൽകുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ആ മുന്നറിയിപ്പുകളെ വേണ്ട രീതിയിൽ നോക്കി കാണാനായിട്ട്, കണ്ണ് തുറന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ വീഴ്ച എന്നത് നമ്മൾ പല മുന്നറിയിപ്പുകളെയും നോക്കി കാണുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്നാണ്. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ, നോക്കി കണ്ടാൽ ഞാൻ അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടി വരും, മാറ്റേണ്ടി വരും. വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കാൻ പലപ്പോഴും മടിയുള്ളവരാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ ചില വചനങ്ങൾ എന്നെ കുത്തി മുറിവേൽപ്പിക്കും, എൻ്റെ ചില ജീവിത രീതികളെ ചോദ്യം ചെയ്യും. അപ്പോൾ ഞാനത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് മടിയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കാണ്ട്. അതുമല്ലെങ്കിൽ ഇതുപോലെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തുള്ള ആ ഒരു പോക്കിൽ
ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കാര്യമാണ്. പക്ഷേ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കുമ്പോൾ, ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ സാധിക്കുമ്പോഴാണ് നാം എല്ലാം ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തിലേക്ക് അനായാസം മുന്നേറാൻ നമുക്ക് സാധിക്കുക. ഇനി വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ചുകൊണ്ട് നീട്ടുന്ന ചില സൂചനകളെ, ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില സന്ദർഭങ്ങളിലൂടെ ആയിരിക്കാം, ചില ജീവിത അനുഭവങ്ങളിലൂടെ ആകാം. പലതരത്തിലുള്ള സൂചനകൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട്, മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റുവാനായിട്ട്, മെച്ചപ്പെടുത്തേണ്ട ഇടങ്ങളെ മെച്ചപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.